ഭഗവതേ വാസുദേവായ. ഓം നമോ 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 ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 15 പുരുഷോത്തമ യോഗം ശ്ലോകങ്ങൾ 15-16. ശ്ലോകം 15. സർവസ്യ ച അഹം ഹൃദി സന്നിവിഷ്ടോ മത്ത സ്മൃതി ജ്ഞാനം അപോഹനം ച വേദൈ ച സർവേ അഹം ഏവ വേദ്യോ വേദാന്തകൃത് വേദവിദ് ഏവ ച അഹം സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ തസ്മൃതി ജ്ഞാനമപോഹനം ച വേദേശ്ച സർവേ അഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദ് ഏവ ചാഹം സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ തസ്മൃതി ജ്ഞാനമോഹനം ച വേദശ്ച സർവേ അഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദ് ഏവ ചാഹം സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ തസ്മൃതി ജ്ഞാനമോഹനം ച വേദേശ്ച സർവേ അഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം സമാധി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. പദാനുപദാർത്ഥം. അഹം ഞാൻ സർവസ്യ സർവജീവികളുടെയും ഹൃദയത്തിൽ സന്നിവിഷ്ട അധിഷ്ഠിതനാകുന്നു. സ്മൃതിയും ഓർമ്മയും, ജ്ഞാനവും അറിവും, അപോഹനം ച വിസ്മരണവും മറവിയും. മത്ത എന്നിൽ നിന്നാണ് ഉണ്ടാകുന്നത്. സർവൈ വേദൈ ച സർവവേദങ്ങളാലും വേദ്യം അറിയപ്പെടേണ്ടവൻ അഹം ഏവ ഞാൻ തന്നെയാണ്. വേദാന്തകൃത് വേദാന്ത നിർമ്മാതാവും വേദജ്ഞനും അഹം ഏവ ഞാൻ തന്നെയാകുന്നു. സർവജീവികളുടെയും ഹൃദയത്തിൽ ഞാൻ വാഴുന്നു. സ്മരണയും ജ്ഞാനവും മറവിയും എന്നിൽ നിന്നാണ് ഉളവാകുന്നത്. എല്ലാ വേദങ്ങളിലൂടെയും അറിയേണ്ടത് എന്നെ തന്നെ. വേദാന്തം ഉണ്ടാക്കിയതും വേദങ്ങളെ അറിയുന്നതും ഞാനാണ്. ഭാവാർത്ഥം. ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭാത് മഹാരാജ് കി ജയ് ഹോ. ഭഗവാൻ പരമാത്മ രൂപേണെ സർവ്വഹൃദയങ്ങളിലും സ്ഥിതി ചെയ്യുന്നുണ്ട്. എല്ലാ കർമ്മങ്ങളും അദ്ദേഹത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. തന്റെ മുൻജന്മ സംഭവങ്ങളെ ജീവാത്മാവ് മറന്നു പോകുന്നു. എങ്കിലും മുൻ കർമ്മങ്ങൾക്കെല്ലാം സാക്ഷിയായിരുന്ന ഭഗവാൻ നിർദ്ദേശിക്കുന്നതനുസരിച്ച് വേണം ജീവാത്മാവ് പ്രവർത്തിക്കാൻ. തന്മൂലം മുൻജന്മ കർമ്മങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. സ്മരണയും വേണ്ടുന്നത്ര അറിവും നൽകപ്പെട്ടിട്ടും കഴിഞ്ഞ ജന്മങ്ങളെപ്പറ്റി ജീവൻ മറന്നു പോവുകയാണ്. പരമപുരുഷൻ സർവ്വവ്യാപി മാത്രമല്ല, ഓരോ വ്യക്തി ഹൃദയത്തിലും സ്ഥിതി ചെയ്യുന്നവനുമാണ്. വിവിധ ഫലോദിഷ്ട കർമ്മങ്ങൾക്ക് ഭഗവാൻ ഫലം നൽകുന്നു. വ്യക്തിശൂന്യ ബ്രഹ്മം എന്ന നിലയിലോ പരമപുരുഷനായോ ഹൃദയസ്ഥനായ പരമാത്മാവെന്ന നിലയിലോ മാത്രമല്ല, വേദാവതാരമൂർത്തിയായും ഭഗവാൻ ആരാധിക്കപ്പെടുന്നു. മനുഷ്യർക്ക് വേണ്ടും വിധം ജീവിതം നയിച്ച് സ്വഭവനമായ ഭഗവദ്ധാമത്തിലേക്ക് തിരിച്ചെത്താനുതകുന്ന നിർദ്ദേശങ്ങൾ വേദങ്ങളാണ് നൽകുന്നത്. പരമദിവ്യത്വ പുരുഷനായ ശ്രീകൃഷ്ണനെ പറ്റിയുള്ള അറിവ് നമുക്ക് വേദങ്ങളിലൂടെ ഉണ്ടാകുന്നു. വ്യാസദേവനായി അവതരിച്ച ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് വേദാന്ത സൂത്രം രചിച്ചത്. ഭാഗവതത്തിൽ ചേർത്തിട്ടുള്ളതും വ്യാസകൃതമായ വേദാന്ത സൂത്രഭാഷ്യം
ആ കൃതിയെപ്പറ്റി ശരിയായ അറിവ് നൽകുന്നു. ബദ്ധനായ ജീവാത്മാവിന്റെ വിമോചനത്തിന് വേണ്ടി ഭക്ഷ്യവിഭവങ്ങൾ സൃഷ്ടിക്കുകയും അവയെ ഉദരാഗ്നിയാൽ ദഹിപ്പിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. കർമ്മങ്ങൾക്ക് സാക്ഷിയായി നിൽക്കുന്നു. വേദസ്വരൂപിയായും ഗീതോപദേഷ്ടാവായ ശ്രീകൃഷ്ണ ഭഗവാനായും ജ്ഞാനപ്രദാനം തുടർന്നു പോരുന്നു. അത്രയും പരിപൂർണനാണ് ഭഗവാൻ. ബദ്ധനായ ജീവാത്മാവിന് പരമാരാധ്യൻ തന്നെ, സർവശ്രേഷ്ഠനും കരുണാശാലിയുമായ ആ പരമപുരുഷൻ. അന്തപ്രവിഷ്ട ശാസ്താജനാനം ദേഹം ത്യജിക്കുമ്പോൾ ജീവന് വിസ്മൃതി ഉണ്ടാകുന്നു. എങ്കിലും ഭഗവൻ നിയോഗത്താൽ കഴിഞ്ഞ ജന്മം ചെയ്തു നിർത്തിയ ഘട്ടത്തിൽ നിന്ന് തന്നെ ജീവന് തന്റെ പുതിയ പ്രവർത്തനങ്ങൾ തുടരാനാവും. അതിനെക്കുറിച്ച് ജീവൻ മറന്നുപോയാലും അത് മനസ്സിലാക്കുന്നതിന് ആവശ്യമുള്ള ബുദ്ധിവൈഭവം ഭഗവാൻ നൽകുന്നു. ഹൃദയസ്ഥായ പരമാത്മാവിന്റെ നിയോഗം അനുസരിച്ച് ഈ ലോകത്തിൽ സുഖദുഃഖങ്ങൾ അനുഭവിക്കുക മാത്രമല്ല ജീവൻ ചെയ്യുന്നത്, ഭഗവാനിൽ നിന്നും തന്നെ വേദവിജ്ഞാനം നേടാനുള്ള അവസരവും അയാൾക്ക് കിട്ടുന്നുണ്ട്. വൈദിക ജ്ഞാനത്തിൽ താല്പര്യമുള്ള ഒരു ആത്മാവിന് അതിനു വേണ്ടുന്ന ദീക്ഷണാശക്തി ശ്രീകൃഷ്ണൻ നൽകുന്നു. എന്തിനാണ് ഭഗവാൻ അറിവിന് വേണ്ടി വൈദിക ജ്ഞാനത്തെ വെളിപ്പെടുത്തിയത്? ഓരോ ജീവാത്മാവിന്റെയും ആവശ്യമാണ് ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള അറിവ് എന്നതാണ് കാരണം. വൈദിക സാഹിത്യം ഇതിനെ സ്ഥിരീകരിക്കുന്നു. യോ സോ സർവേർ വേദേ ഗീയതേ. 4 വേദങ്ങളും വേദാന്ത സൂത്രവും ഉപനിഷത്തുകളും പുരാണങ്ങളും ഉൾപ്പെട്ട വൈദിക സാഹിത്യത്തിൽ ഭഗവത് മഹിമകൾ കീർത്തിക്കപ്പെടുന്നു. വേദോക്ത കർമാനുഷ്ഠാനങ്ങളും വൈദിക തത്വചിന്തയും ഭക്തിയുക്തമായ ഭഗവത് സേവനവും എത്തിക്കുന്നത് ശ്രീകൃഷ്ണനിൽ തന്നെ. അതുകൊണ്ട് വേദങ്ങളുടെ ഉദ്ദേശം ശ്രീകൃഷ്ണനെ മനസ്സിലാക്കുക എന്നതാണ്. ശ്രീകൃഷ്ണനെ അറിയാൻ വേണ്ടുന്ന നിർദ്ദേശങ്ങളും ഭഗവത് സാക്ഷാത്കാരത്തിന് ഉതകുന്ന പ്രക്രിയകളും വേദങ്ങളിലുണ്ട്. പരമമായ പ്രാപ്യസ്ഥാനമാണ് പരമദിവ്യോത്തമ പുരുഷൻ. തത്വ സമന്വയാ എന്ന വേദാന്ത സൂത്രം 1.1.4 ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. പരിപൂർണതയിലേക്കുള്ള പടവുകൾ 3 വൈദിക സാഹിത്യം പഠിച്ച് പരമപുരുഷനും താനുമായുള്ള ബന്ധമെന്നറിയുക, അടുത്തതായി വിവിധ പ്രക്രിയകളുടെ ഭഗവാനോട് അടുക്കുക, അവസാനമായി പരമപുരുഷനാകുന്ന ആത്യന്തിക ലക്ഷ്യത്തെ പ്രാപിക്കുക. വേദങ്ങളുടെ ഉദ്ദേശം, വേദജ്ഞാനം, വേദങ്ങളുടെ പരമലക്ഷ്യം എന്നിവ ഈ ശ്ലോകത്തിൽ വ്യക്തമായി നിർവചിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശ്ലോകം ബനാവൻ. ദ്വൗ ഇമോ പുരുഷൗ ലോകേ ക്ഷരാ അക്ഷരാ അക്ഷര സർവാണി സർവാണി ഭൂതാനി കൂടസ്ഥോ അക്ഷര ഉച്യതേ ഉച്യതേ പുരുഷോ ലോകേ ദ്വാവിമോ പുരുഷോ ലോകേ ക്ഷര അക്ഷര ഏവ ച ക്ഷരാ അക്ഷര ഏവ ച ക്ഷര സർവാണി ഭൂതാനി ക്ഷര സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യതേ കൂടസ്ഥാക്ഷര ഉച്യത്തെ ദ്വാവിമോ പുരുഷോ ലോകേ ദ്വാവിമോ പുരുഷോ ലോകേ ക്ഷരാശ്ചാക്ഷര ഏവ ച ക്ഷരാക്ഷര ഏവ ച ക്ഷര സർവാണി ഭൂതാനി ക്ഷര സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യതേ കൂടസ്ഥോക്ഷര ഉച്യത്തെ ദ്വാവിമോ പുരുഷോ ലോകേ ദ്വാവിമോ പുരുഷോ ലോകേ ക്ഷരശ്ചാക്ഷര ഉച്യതേ ക്ഷരശ്ചാക്ഷര ക്ഷരാക്ഷര ഏവ ച ക്ഷര സർവാണി ഭൂതാനി ക്ഷര സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യതേ കൂടസ്ഥോക്ഷര ഉച്യതേ. ആദ്യം പോകും. हरे कृष्णा. द्वाविमो पुरुषो लोके क्षराक्षर एव च क्षरा सर्वाणि भूतानि കൂടസ്ഥോക്ഷര ഉച്യതേ. ലോകത്തിൽ ക്ഷര ച അക്ഷരനെന്നും വീഴ്ച പറ്റാവുന്നവനെന്നും അക്ഷര ഏവച അക്ഷരനെന്നും തെറ്റുപറ്റാത്തവനെന്നും ഇമൗദൗ പുരുഷോ 2 പുരുഷന്മാരുണ്ട്. ക്ഷര തെറ്റുപറ്റാവുന്നത്, സർവാണി ഭൂതാനി സകല ഭൂതങ്ങളുമാകുന്നു. അക്ഷര തെറ്റുപറ്റാത്ത, കൂടസ്ഥ ഏകീഭാവത്തിൽ ഉച്ചതേ പറയപ്പെടുന്നു. വിവർത്തനം: പുരുഷന്മാർ 2 വിധം, തെറ്റുപറ്റാവുന്നവരും അല്ലാത്തവരും. ഭൗതിക ലോകത്തിലെ ജീവാത്മാക്കളെല്ലാം തെറ്റുപറ്റാവുന്നവരാകുന്നു.
ആധ്യാത്മിക ലോകത്തിലുള്ളവരുള്ള ജീവാത്മാക്കൾക്ക് തെറ്റുപറ്റുകയുമില്ല. ഭാവാർത്ഥം ബൈ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഭഗവാൻ വ്യാസദേവനായി അവതരിച്ച് വേദാന്ത സൂത്രം രചിച്ചു എന്ന് മുമ്പ് പറഞ്ഞുവല്ലോ. ഇവിടെ ആ വേദാന്ത സൂത്രങ്ങളുടെ പൊരുൾ സംക്ഷിപ്തമായി പ്രതിപാദിക്കുന്നു. എണ്ണിയാലൊടുങ്ങാത്ത ജീവസത്തകളെ പൊതുവെ രണ്ടായി തിരിക്കാം: തെറ്റുപറ്റാവുന്നവയും അല്ലാത്തവയും. പരമപുരുഷന്റെ നിത്യ വിഭിന്നാംശങ്ങളാണ് ജീവസത്തകൾ. ഭൗതിക ലോകത്തോട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ജീവഭൂതർ എന്ന് പറയുന്നു. ക്ഷരാ സർവാണി ഭൂതാനി എന്നതുകൊണ്ട് അവർക്ക് വീഴ്ച പറ്റാം എന്നർത്ഥം. ഭഗവാനോട് ഏകീഭവിച്ചിട്ടുള്ളവരാകട്ടെ വീഴ്ചകൾ ഇല്ലാത്തവരും. ഏകീഭവിക്കുക എന്നതുകൊണ്ട് അവർക്ക് വ്യക്തിത്വമില്ലെന്ന് അർത്ഥമാകുന്നില്ല, അനൈക്യമില്ലെന്ന് മാത്രമാണ് അർത്ഥം. സൃഷ്ടിയുടെ ഉദ്ദേശത്തിന് അനുകൂലരാണ് ആ ജീവാത്മാക്കൾ. ആത്മീയ ലോകത്തിൽ സൃഷ്ടി എന്നൊന്നില്ല. എങ്കിലും വേദാന്ത സൂത്രത്തിൽ പറയുന്നത് പോലെ സർവബഹിസ്ഫുരണങ്ങളുടെയും ഉത്പത്തി ഭഗവാനിൽ നിന്നാകിയാൽ ഈ ആശയം സ്വീകാര്യമാണ്. ഭഗവത് വചനം അനുസരിച്ച് ജീവസത്തകൾ രണ്ടു വിധത്തിലുണ്ട്. ഇതിനെക്കുറിച്ച് വേദങ്ങൾ തെളിവ് നൽകുന്നതിനാൽ സംശയത്തിന് ഇടയില്ല തന്നെ. മനസ്സും പഞ്ചേന്ദ്രിയങ്ങളുമായുള്ള ബന്ധത്താൽ ജീവസത്തകൾ അസ്ഥിരങ്ങളായ ഭൗതിക ശരീരങ്ങളിൽ പെട്ട് ഒഴുകുന്നു. ജീവൻ ബന്ധനായിരിക്കുന്ന കാലത്തോളം ഭൗതിക സമ്പർക്കത്താൽ ശരീരത്തിന് മാറ്റങ്ങൾ സംഭവിക്കും. ഭൗതിക പദാർത്ഥങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് ജീവസത്തകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് തോന്നുകയാണ്. ആധ്യാത്മിക ലോകത്തിൽ ദേഹം പദാർത്ഥ നിർമ്മിതമല്ല, അതുകൊണ്ട് അതിന് മാറ്റവുമില്ല. ഭൗതിക ലോകത്തിൽ ജീവികൾക്ക് 6 വിധം മാറ്റങ്ങളാണ് ഉണ്ടാവുക: ജനനം, വളർച്ച, സ്ഥിതി, പ്രത്യുത്പാദനം, ക്ഷയം, നാശം എന്നിവയാണവ. ഇവയെല്ലാം ഭൗതിക ശരീരത്തിന്റെ മാറ്റങ്ങളാണ്. ആധ്യാത്മിക ലോകത്തിൽ ശരീരത്തിന് മാറ്റങ്ങളില്ല, വാർദ്ധക്യമോ ജനനമരണങ്ങളോ ഇല്ല. എല്ലാം ഏകഭാവത്തിൽ വർത്തിക്കുന്നു. ക്ഷരസർവാണി ഭൂതാനി. ആദിമ സൃഷ്ടിയായ ബ്രഹ്മാവ് മുതൽ ഒരു ചെറിയ ഉറുമ്പ് വരെയുള്ള ജീവജാലങ്ങൾക്ക് ശാരീരിക മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭൗതിക സത്തയുടെ സമ്പർക്കമാണ് ഇതിനെ കാരണം. ക്ഷരങ്ങളാണ് അവ. ആധ്യാത്മിക ലോകത്തിലാകട്ടെ ജീവാത്മാക്കൾ എന്നും മുക്തന്മാരും ഏകീഭൂതരുമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശിവിശാഖാന്വിതാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനെ. ശ്രീവാഷഭാനവീ ദേവി ദൈത്യായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജലപ്രൈമാഢ്യ രൂപാനുഗ ഭക്തിദാം ഗൗരകർണാശക്തിവിഗ്രഹായാം നമസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനകാരിണേ രൂപാനുഗ വിരുധാവസദ്ദാന്ത ദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാൽ വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജയേ തേ നമഃ. നമ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായ തേ. ഗൗരാവിർഭൂമേ സംനിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവ സാർവഭൗമോ ശ്രീജഗന്നാഥായ തേ. ശ്രീരൂപ സനാതന ഭട്ട രഘുനാഥ श्रीजीव गोपाल भट्टा दास रघुनाथ. ऐचाय गोसाय कोरी चरण बंदन जहाँ होते विघ्नानाश अभीष्ट पूरण. वांछा कल्पद्रुवेश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. नमो महाधन्याय कृष्ण प्रेम प्रदायते कृष्णाय कृष्ण चैतन्य नाम्ने गौरत्विषे नमः. पंचतत्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिगं. हे कृष्ण करुणा सिंधो दीनबन्धो जगल्पदे
ഗോപേശ ഗോപികാ കാന്താം രാധാകാന്താ നമസ്തുതേ. ജയതാം സുരതോപങ്കോർമമ മന്ദമതേർഗതി മത്സർവസ്വപദാംബോജോ രാധാം മദനമോഹനോ. ദിവ്യാവൃന്ദാരണ്യകൽപദ്രുമദാം ശ്രീമദ്രത്നാകരസിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പ്രേഷ്ഠാലിഭിः സേവ്യമാനോ സ്മരാമി. ശ്രീമൻ രാസരസാരംഭിവംശീവടത്തടസ്ഥിതഃ കഷൻ വേണുസ്വനൈർഗോപീ ഗോപിനാഥശ്രിയേതുന. തപ്തകാഞ്ചനഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരീ ഋഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ ഹരേ. സർവസ്യ ചാഹം സന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനമപോഹനം ച വേദൈശ സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം. സർവജീവികളുടെയും ഹൃദയത്തിൽ ഞാൻ വാഴുന്നു. സ്മരണയും ജ്ഞാനവും മറവിയും എന്നിൽ നിന്നാണ് ഉളവാകുന്നത്. എല്ലാ വേദങ്ങളുടെയും അറിയേണ്ടത് എന്നെ തന്നെ. വേദാന്തം ഉണ്ടാക്കിയതും വേദങ്ങളെ അറിയുന്നതും ഞാനാണ്. ഹരേ കൃഷ്ണ. അങ്ങനെ ബദ്ധജീവാത്മാക്കള് മനഃഷ്ടാനിന്ദ്രിയാണി പ്രവിസ്ഥാനി കർഷതി എന്ന് ഭഗവാൻ പറഞ്ഞു. അത്രയും ക്ലേശം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സടക്കമുള്ള 6 ഇന്ദ്രിയങ്ങൾ വഴി ക്ലേശം അനുഭവിക്കുന്നു. അതിനുള്ള ജീവാത്മാവിനോട് അതീവ കാരുണ്യവാനായ ഭഗവാൻ അവരെ പലതരത്തിലും പരിപാലിക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം വിധത്തിലുള്ള ഭഗവാൻ പരിപാലിക്കുന്നു എന്ന് 14 മുതൽ 12 മുതലുള്ള ശ്ലോകങ്ങളിൽ കൃത്യമായി പറയുന്നുണ്ട്. ആദ്യം ഗ്രഹങ്ങളെ വാസയോഗ്യമാക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചിതറിക്കിടക്കുന്നൊരു ഗ്രഹങ്ങൾ എങ്ങനെയാണ് ഭഗവാൻ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് അത് വാസയോഗ്യമാക്കി ജീവാത്മാക്കൾ വസിക്കാനായിട്ടുള്ള ഉതകുന്ന വിധത്തിൽ അവിടെ ജീവാത്മ താമസിക്കാനായിട്ട്, പിന്നെ അവിടെ വെളിച്ചവും ചൂടും സൂര്യപ്രകാശവും ചന്ദ്രപ്രകാശവും ഒക്കെ സുലഭമായിട്ട് നൽകിക്കൊണ്ട് ആ ഭൂമിയിൽ നിറയെ വൃക്ഷങ്ങളും ചെടികളും ഔഷധ സസ്യങ്ങളും ഒക്കെ ഉണ്ടാക്കി, വെറും ചെടികളും സസ്യങ്ങളും ഉണ്ടാക്കി മാത്രമല്ല അതിൽ സ്വാദും രസവും ഭഗവാൻ കലർത്തുകയാണ്. അല്ലെങ്കിൽ ആര് കഴിക്കും? കുറേ മരകഷ്ണം കഴിക്കാൻ ആർക്കും ഇഷ്ടമാവും. അപ്പം അതുകൊണ്ട് അതിൽ സ്വാദും അതെല്ലാം എത്രയോ ഡീറ്റെയിൽഡ് പ്ലാനിങ് എന്ന് ആലോചിച്ചു. ഓരോ മൈന്യൂട്ടായിട്ട് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട്, ഇതും ജനറലായിട്ട് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന അടങ്ങിയിരിക്കുന്ന മൈന്യൂട്ടായിട്ടുള്ള വശങ്ങൾ വേറെയുണ്ട്. ഭഗവത്ഗീത നമുക്ക് ചുരുക്കി പറയണമെന്നുള്ളത്. അതിന് പിന്നിലിരിക്കുന്ന മൈന്യൂട്ടായിട്ടുള്ള വളരെ വിശദാംശങ്ങളിലിരിക്കുന്ന കാര്യങ്ങൾ പല പുരാണങ്ങളും പറയും. അത് അപ്പോൾ അതെല്ലാം ഭഗവാന്റെ കാരുണ്യവാനായ ഭഗവാൻ നമുക്ക് ഉണ്ടാക്കി തരാൻ ഉത്പാദിപ്പിക്കുകയാണ്. ജീവസത്ത ഭഗവാനെ വിട്ടു ഇങ്ങോട്ട് വന്നു. എന്നാലും ഇതിനെ ഭൗതിക ലോകത്തിൽ സൃഷ്ടിച്ചു. ആദ്യം ഭൗതിക ലോകങ്ങൾ സൃഷ്ടിച്ചു, അതിൽ വാസയോഗമാക്കി, അവിടെ താമസിപ്പിച്ചു. അതിന് എല്ലാവിധ സൗകര്യങ്ങളും, ജീവിക്കാനുള്ള സൗകര്യങ്ങളും ഭക്ഷണവും ഒക്കെ നൽകി. സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച ശേഷം എന്നാൽ ദഹിക്കണ്ടേ? ഇപ്പോൾ വെറുതെ കഴിച്ചാൽ മതിയോ? അപ്പോൾ ഭഗവാൻ ജഡരാഗ്നിയായിട്ട് വയറിനുള്ളിൽ വരികയാണ്. അതിനെ കഴിച്ചതെല്ലാം 4 തരത്തിലുള്ള പദാർത്ഥങ്ങൾ കഴിച്ചതെല്ലാം ഭഗവാൻ ദഹിപ്പിച്ചു കൊടുക്കണം. ഇത്രയധികം കാര്യങ്ങൾ ഭഗവാൻ മെയിൻ്റനൻസ് എന്ന നിലയിൽ ചെയ്തിരുന്നു. എത്രത്തോളം കാരുണ്യം ഭഗവാൻ ജീവാത്മാക്കളുണ്ട്. വിഘടിച്ചു വന്നവരാണ് ജീവാത്മാക്കൾ, എന്നിട്ട് പോലും അവരെ പരിപാലിക്കുന്നു. ഈ ശ്ലോകങ്ങളിൽ ഈ 15-ാം ശ്ലോകത്തിൽ വീണ്ടും ഇങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൃദയത്തിൽ വാഴ്ന്നുകൊണ്ട് എന്ത് ചെയ്യണു? എന്നിൽ നിന്ന് ഞാൻ എല്ലാ ജീവാത്മാക്കളുടെയും ഹൃദയത്തിൽ വസിക്കുന്നു.
അങ്ങനെ പല ശ്ലോകങ്ങളും അതിനെപ്പറ്റി പറയുന്നുണ്ട്. അന്തപ്രവിശ്യ ശാസ്ത്ര, ഉള്ളിൽ കടന്നിട്ട് റെഗുലേറ്റ് ചെയ്യണു, നിയന്ത്രിക്കുന്നു അർത്ഥം. ബൃഹദാരണ്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്, ഹി ഹു ഡ്വെല്ലിംഗ് ഇൻ ദ എർത്ത്, ഭൂമിയിലിരിക്കുന്നു, ഭൂമി അറിയുന്നില്ല. ആ സെൽഫ് അതിലെല്ലാം മനസ്സിലിരിക്കുന്നത്, ബുദ്ധിയിലിരിക്കുന്നുണ്ട്, പദാർത്ഥങ്ങളെല്ലാം ഇരിക്കുന്നു. ഓരോ പദാർത്ഥങ്ങളിലും ഭഗവാൻ ഇരിക്കുന്നു. ചുമ്മാ ഏതെങ്കിലും പദാർത്ഥങ്ങൾ, എല്ലാ 24 പദാർത്ഥങ്ങളുടെ 24 പദാർത്ഥങ്ങളിലും ഭഗവാൻ ഇരിക്കുന്നുണ്ട്, നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണത്. അങ്ങനെ ആ നിയന്ത്രിച്ചുകൊണ്ട് ഭഗവാൻ എന്തുണ്ടാക്കണം? അവർക്ക് സ്മൃതി, ജ്ഞാനം, അപോഹനം. സ്മൃതി എന്താണ്? സ്മൃതി വെച്ചാൽ മെമ്മറി. ഒരു കാര്യം, ഒരു ജ്ഞാനത്തിൻ്റെ അതിന് അനുഭവത്തിൽ കൂടി ഉണ്ടാവുന്ന അനുഭൂതികൾ, ഒരു ജ്ഞാനം വഴി നമുക്ക് കിട്ടുന്ന അനുഭൂതികളും അതിലിരിക്കുന്ന ഇംപ്രിൻസ്, വാസനകളും, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് അത് ഓർമ്മയായിട്ട് വരുന്നത്. അപ്പൊ ഈ ഓർമ്മ വഴി എങ്ങനെയാണ് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളുടെ പിന്നാലെ പോയി അനുഭൂതികൾ ഉണ്ടാക്കി എന്ന് ഓർമ്മയായിട്ട് ഹൃദയത്തിൽ വരികയാണ്. നമുക്ക് അത് വീണ്ടും പ്രവർത്തനയോഗമാക്കിയാണ്. നമ്മുടെ ആക്ടിവിറ്റീസ് നന്നായ രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ മെമ്മറി ആവശ്യമുണ്ട്. ആ മെമ്മറി, ആ സ്മൃതി എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ ജ്ഞാനം എന്തായിരിക്കും? ജ്ഞാനത്തിനെ രാമാനുജാചാര്യ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നോളജ് ഈസ് ഡിറ്റർമിനേഷൻ ഓഫ് എ തിങ് through its senses, inference, scriptures, and intuitive meditation. ഒരു കാര്യത്തിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ ധാരണ ഉണ്ടാക്കുന്നതാണ് നോളജ്. അതെങ്ങനെ വ്യക്തമായ ധാരണ ഉണ്ടാക്കും? ഇന്ദ്രിയങ്ങൾ വഴി, അനുമാനം വഴി, ശാസ്ത്രം വഴി, ധ്യാനം വഴി, അങ്ങനെ പല മാർഗങ്ങളുണ്ട്. ഇതിനെ പൊതുവെ നമ്മൾ പ്രമാണം എന്ന് പറയും. പ്രത്യക്ഷ, അതാണ് ഈ സെൻസസ്. പ്രത്യക്ഷ ഡയറക്റ്റ് നോളജ്. ഡയറക്റ്റ് നോളജ് റിസീവ് ത്രൂ ദ സെൻസസ്. ശാസ്ത്രം അതാണ് അവലംബിക്കുന്നത്. ശാസ്ത്രം അവലംബിക്കുന്നത് ഇന്ദ്രിയങ്ങൾ വഴി. ഇപ്പൊ ഇന്ദ്രിയങ്ങളെ സഹായിക്കാനായിട്ട് കുറെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും. മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, അങ്ങനെ കുറെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടാകാം. പക്ഷെ എന്നിരുന്നാലും ശരി, ആത്യന്തികമായിട്ട് ഈ നോളജ് സ്വരൂപിക്കുന്നത് ഇന്ദ്രിയങ്ങൾ വഴിയാണ്. അതിന് നമ്മൾ പ്രത്യക്ഷ പ്രമാണം എന്ന് പറയുന്നു. അനുമാനം വേറെ, അനുമാനം റേഷണൽ നോളജ്. പർവ്വതത്തിന് മുകളിൽ പുക കാണുന്നു, പുക കാണുമ്പോൾ അവിടെ അഗ്നിയുണ്ടെന്ന് മനസ്സിലാക്കി അനുമാനം ചെയ്യുന്നു. അങ്ങനെയാണ് അനുമാനം. അതും ഒരു നോളജാണ്. മൂന്നാമത്തെ എന്നുള്ളത് നമുക്ക് ശാസ്ത്രമായി പ്രത്യക്ഷ, അനുമാന ആൻഡ് ശബ്ദ. ശബ്ദാചന, ശ്രുതി അല്ലെങ്കിൽ വേദങ്ങൾ, അതുവഴി നമ്മൾ ജ്ഞാനം കൈവരിക്കുന്നു. അങ്ങനെ വിവിധ തരത്തിലുള്ള മാർഗങ്ങൾ എന്ന് വെച്ചാൽ വിവിധ തരത്തിലുള്ള പ്രമാണങ്ങൾ വഴി ഒരാൾക്ക് ജ്ഞാനം സ്വരൂപിക്കാം. പക്ഷെ അവസാനം അതിന് അന്തിമ നിർണയമായിട്ടുള്ള കൺക്ലൂഷനായിട്ട് എന്താ പറയുന്നത്? ശബ്ദമാണ് പിഴവില്ലാത്തത്, സ്പോട്ട്ലെസ്, പെർഫെക്റ്റ് ആയിട്ടുള്ള ശാസ്ത്രം, സ്ക്രിപ്റ്റേഴ്സ് വഴിയാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഓരോരുത്തർ ഓരോ ഗുണങ്ങൾ കിടക്കുന്നുണ്ട്. പലരും പല രീതിയിലുള്ള നോളജ് എടുക്കുന്നു. പക്ഷെ ഏത് നോളജ് ആയാലും ശരി, അത് കൊടുക്കുന്നത് ഭഗവാനാണ്. പ്രത്യക്ഷമായാലും ശരി, അനുമാനമായാലും ശരി, ശബ്ദമായാലും ശരി, ആ വസ്തുവിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള
തീർച്ചപ്പെടുത്തുന്ന നോളജ്, ആ തീർച്ചപ്പെടുത്തുന്നതിന് നോളജ്, ആ നോളജ് ഭഗവാനിൽ നിന്ന് തന്നെ വരും. അപ്പോ മൊത്തസ്മൃതി, ജ്ഞാനം. യെസ്, ഹരേ കൃഷ്ണ പ്രഭുജി. പ്രത്യക്ഷമാവുമ്പോ പ്രത്യക്ഷ ഹരേ ഡയറക്റ്റ് കൃഷ്ണ പ്രഭുജി, നോളജ്. പ്രത്യക്ഷം ഡയറക്റ്റ് നോളജ് ഗ്യാതേർഡ് ത്രൂ സെൻസസ്. അതും അതും ശ്രേഷ്ഠല്ലേ? അതും ജ്ഞാനം ഡയറക്റ്റ് കിട്ടുമല്ലേ? അത് ഡയറക്ഷൻ, അത് ജ്ഞാനത്തിൽ നമുക്ക് ലിമിറ്റേഷൻ ഇല്ലേ, ഇന്ദ്രിയങ്ങൾക്ക് ലിമിറ്റേഷൻ ഇല്ലേ? കണ്ണുകൾക്ക് ലിമിറ്റേഷൻ ഉണ്ട്, ചെവിക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് വളരെ ദൂരെയുള്ള സാധനങ്ങൾ നമുക്ക് തേർത്ത് കാട്ടില്ല. അപ്പോൾ നമ്മൾ അൾട്രാ റെഡ്, അൾട്രാ വയലറ്റ് പറയും, ഇൻഫ്രാ റെഡ് ആൻഡ് അൾട്രാ വയലറ്റ് അങ്ങനെ പറയല്ലോ. അപ്പോൾ ഒരു ചുവപ്പിന് അപ്പുറമുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, വയലറ്റിന് അപ്പുറം കാണാൻ മനസ്സിലാക്കില്ല, വളരെ ദൂരമുള്ള കാര്യങ്ങൾ കാണാൻ പറ്റില്ല. ഇനി ദൂരമില്ലെങ്കിൽ പരിധിയുണ്ട്. അതാണ് നമുക്ക് ലിമിറ്റഡ് സെൻസ് എന്ന് പറയുന്നത്. നമ്മൾ 4 പരിമിതിയിലല്ല, ഒന്ന് ലിമിറ്റഡ് സെൻസ് ആണ്. അതുകൊണ്ട് സയൻസാല് ഈ പറഞ്ഞ ആൾക്കാരെ, പ്രത്യക്ഷ പ്രമാണം സ്വീകരിക്കുന്ന ആൾക്കാർക്ക് പിഴവ് പറ്റാം. പക്ഷെ നമ്മൾ എടുത്തൊഴിക്കാൻ ഡയനാമിക് പ്രത്യക്ഷ പ്രമാണിച്ചും ഡയറക്ടേഴ്സ് നമ്മൾ പ്രത്യക്ഷ കാണുന്നില്ലേ, കണ്ടാലേ നമ്മൾ വിശ്വസിക്കാൻ പറ്റുള്ളൂ. പൊതുവെ ആർഗ്യുമെന്റ് അങ്ങനെയാണത്. പക്ഷെ അതിന്റെ ബുദ്ധിമുട്ട് ഇതാണ്. കൃഷ്ണനെ നമുക്ക് മാംസചക്ഷുഷോടെ കാണാൻ പറ്റുമോ? ഡയറക്റ്റ് പെർസെപ്ഷൻ പറ്റുമോ? അധോക്ഷജി എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. എന്താണ്? വൺ ഹു കനോട്ട് ബി അണ്ടർസ്റ്റുഡ് ബൈ ഡയറക്റ്റ് സെൻസസ്. അത് ശ്രീകൃഷ്ണനാമാദി നാ ഭവത് ഗ്രാഹം ഇന്ദ്രിയേ, നാ ഭവത് ഗ്രാഹം ഇന്ദ്രിയേ. കൃഷ്ണനെ മനസ്സിലാക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങൾ പറ്റില്ല. സേവോന്മുഖേ ജിഹ്വാദോ സ്വയമേവ സ്മൃതിയതാ. നമുക്കെല്ലാം കണക്ട് ചെയ്യണം പറയുമ്പോൾ. അപ്പൊ പ്രത്യക്ഷം എന്ന് പറയുമ്പോൾ സയൻസ് തന്നെയാണ്. സയൻസ് ഫോളോസ് ദിസ് ഡയറക്റ്റ് മെത്തേഡ്, പ്രത്യക്ഷ പ്രമാണം. പക്ഷെ അവർക്ക് തകരാൻ പറ്റുന്നു. അവർ സെൻസസിനെ അതിന്റെ ലിമിറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള മെഷീൻസ് ആൻഡ് ടൂൾസ് അതെല്ലാം ഉപയോഗിക്കുന്നു. കമ്പ്യൂട്ടർ, അങ്ങനെ പല കാര്യങ്ങളും ഉപയോഗിക്കുന്നു, മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ്, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷെ എന്നാലും പിഴവ് സംഭവിക്കും. അതേ ശബ്ദത്തിന് പിഴവ് സംഭവിക്കില്ല. പക്ഷെ ഇവിടെ കൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നോളജാണ് ശരി, വാട്ട് എവർ നോളജ് നിങ്ങൾ ഗ്യാദർ ചെയ്യണോ അതെല്ലാം എന്നിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പൊ മത്ത, സ്മൃതി, ജ്ഞാനം, അപോഹനം. അപ്പോൾ അപോഹനം എന്താണ്? ഫൊഗറ്റ്ഫുൾനെസ്. അപ്പോൾ സെസേഷൻ നോളജ്, പെട്ടെന്ന് നമുക്ക് ആ നോളജിന്റെ ഒരു നിർക്കിൽ നിന്ന് പോവാണ് നോളജ്. ആ സ്റ്റോപ്പ് ചെയ്യണം, നോളജ് നിന്നു പോകുന്നു. അതിനെയാണ് അപോഹനം എന്ന് പറയുന്നത്. മലയാളത്തിൽ എന്താ കൊടുക്കുന്നതിന്? മറവി അല്ലേ? മറവി. എന്താ മറവി? എന്താണ്? ആ ജ്ഞാനം നമുക്ക് കൈവിട്ട് പോവാണ്, ജ്ഞാനം നിന്നു പോവാണ്. ജ്ഞാനം നിന്നു പോകുമ്പോൾ അതിന് നമ്മൾ മറവിയെ പറയും. അതും ചിലപ്പോൾ ആവശ്യം ഉണ്ടാവാം, ജീവാത്മാവിന് ചിലപ്പോൾ ആവശ്യം ഉണ്ടാകാം. ചില എന്താ പറയുക, എന്തെങ്കിലും തെറ്റായ നോളജോ അല്ലെങ്കിൽ അസുഖകരമായിട്ടുള്ള കാര്യങ്ങളോ അത് മറക്കുകയാണെങ്കിൽ നല്ല പറയും. പക്ഷേ അതിനേക്കാൾ ഇവിടെ വേറെ രാമാനുജാചാര്യർ വേറെ പറയുന്നുണ്ട്. ഊഹം എന്ന് പറയുന്നുണ്ട്. അപ ഊഹ എന്ന് പറയുന്നുണ്ട്. അപോഹനത്തിന് അപ ഊഹ. ഊഹ എന്ന് പറയുന്നത് ഊഹന നിന്ന് വേണം. ഊഹന കൺജക്ചറൽ നോളജ്, ആ നോളജിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഈ നോളജ്, ആ നോളജ് നമ്മൾ ഡയറക്റ്റ് സെൻസസോ എന്തെങ്കിലും അനുമാനമോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റേഴ്സോ ഉപയോഗിച്ചിട്ട് ഒരു നോളജ് നമ്മൾ ഗ്യാദർ ചെയ്യുമ്പോൾ ആ വസ്തുവിന് ഇത് ചേർന്നതാണോ എന്ന് തീരുമാനിക്കുന്നതാണ് ഊഹന. നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ജ്ഞാനം ഗ്രഹിക്കാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും സബ്ജക്റ്റ് അല്ല ഒബ്ജക്റ്റ്, അതിന് ഈ പറയുന്ന കാര്യങ്ങൾ, ഈ പ്രമാണങ്ങൾ ഉതകുന്നുണ്ടോ എന്ന് തീരുമാനിക്കുന്നതിന് ഊഹന എന്ന് പറയുന്നത്. അപ്പോൾ ഊഹന വെച്ച് കഴിഞ്ഞാൽ നോളജിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഊഹമായിട്ട് കണക്കാക്കുന്നുണ്ട്.
ആ ഊഹവും എന്നിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഭഗവാൻ ഇവിടെ ഈ ഭൗതിക ലോകത്തിലെ പെട്ടുപോയ ജീവാത്മാവാണ് ഹു ഈസ് സ്ട്രഗ്ലിംഗ് ദിസ് മെറ്റീരിയൽ എക്സിസ്റ്റൻസ് എങ്ങനെ സുഗമമാക്കി കൊടുക്കുന്നുണ്ട് എന്നാണ് ഈ പറഞ്ഞ 3.5 ശ്ലോകങ്ങൾ പറയുന്നത്. അതിനുശേഷം അവസാനത്തെ 2 ലൈന് സർവസ് വേദേശ്വ സർവ അഹമേവ വേദ്യം വേദാന്തത്തിൽ വേദ വിധേവ ചാഹം. ഇനി വൺ ഹു വാണ്ട്സ് ലിബറേഷൻ, ഭൗതികമായ ജീവിക്കാനുള്ള എല്ലാ സൗകര്യം ഭഗവാൻ ചെയ്തു കൊടുക്കണം. 3-ാം അധ്യായത്തില് 10 മുതൽ 14 ശ്ലോകങ്ങളും തന്നെയാണ് ആ സബ്ജക്ട് മാറ്റർ. അതിന് 16-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ടല്ലോ ഏവം രചിത ചക്രം എന്നുള്ള കാര്യങ്ങൾ. 16 അതിന് കൺക്ലൂഷനായിട്ട് ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തീയ അഘായു ഇന്ദ്രിയാരാമോ മോഹം പാത സജീവതി. വേദങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട യജ്ഞങ്ങൾ അനുഷ്ഠിക്കാതെ ജീവിക്കുന്നവൻ പാപം നിറഞ്ഞ ജീവിതമാണ് നയിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആൾക്കാരെ വേദങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ജീവിക്കണം, സുഖമായിട്ട് ജീവിക്കണം. സുഖമായിട്ട് ജീവിക്കണം, വേദാധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. അതിന് വേദങ്ങൾ കർമ്മകാണ്ഡ സെക്ഷനിൽ കുറേ റിച്വൽസ് പറയുന്നുണ്ട്, പല ചടങ്ങുകൾ പറയുന്നുണ്ട്, വേദങ്ങൾ യജ്ഞങ്ങൾ പറയുന്നുണ്ട്. ഇത് അനുഷ്ഠിക്കുന്നത് ചെയ്യുന്നുണ്ട്. അത് പതുക്കെ നമ്മളെ മോക്ഷത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്രോസസ്സാണ്. ജീവിതം സുഗമമായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. പക്ഷേ അൾട്ടിമേറ്റ്ലി നമുക്ക് മോക്ഷം വേണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് വേദജ്ഞ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ സൂഹിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യാരാമം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പതുക്കെ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറും. വേദേഷ് സർവേ അഹമേവ വേദ്യം. അപ്പോൾ സകല വേദങ്ങളിലും ഉദ്ഘോഷിക്കുന്ന ഭഗവാനെയാണ്. കാരണം ഈ ഭഗവാനാണ് എല്ലാം നിലനിർത്തി പോരുന്നത്. ഭഗവാനാണ് എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവരുടെ ഭൗതികമായ കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണം, ആത്മീയമായ സാധ്യങ്ങൾ ചെയ്തു കൊടുക്കണം, ഒക്കെ ഭഗവാനാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഭഗവാനെ അറിയാം. അഹമേവ വേദ്യോ, എന്നെ തന്നെയാണ് അറിയിക്കുന്നത്. ഈ വേദങ്ങൾ കൂടെ അറിയേണ്ടത് എന്നെ തന്നെയാണ്, വേറെ ആരുമല്ല. കാരണം ഞാനാണ് ഈ പറഞ്ഞ എല്ലാ ഡിവിനിറ്റീസിൻ്റെയും, ഇന്ദ്രൻ, ചന്ദ്രൻ, സൂര്യൻ, വായു, അഗ്നി എന്ന് പറയുന്ന ആൾക്കാരുടെ എല്ലാം ഉള്ളിരിക്കുന്ന സെൽഫ്, അവരുടെ ആ സെൽഫ് ഞാൻ തന്നെയാണ്. ബ്രഹ്മാവ് മുതൽ അണുപ്രമാണമായിട്ടുള്ള ജീവാത്മാക്കൾ കുടികൊള്ളുന്നതും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഫ്യൂഷൻ, അതിനുള്ള ഫലപ്രാപ്തി നൽകുന്നതും ഞാനാണ്. ഫലപ്രാപ്തി നൽകുന്ന അവരുടെ എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും ഫലപ്രാപ്തി നൽകുന്നത് ഞാനാണ്. ഞാൻ ഏത് കാര്യത്തിലാണോ അല്ലെങ്കിൽ ഏത് ദേവനെയാണോ ഞാൻ ആഗ്രഹിക്കുന്നത് അതിനെ പ്രാപിക്കാനുള്ള ആ ജ്ഞാനവും ഭഗവാനെ നടത്തുന്നു. 7-ാം അധ്യായത്തില് 21-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്, യോ യോ യാം യാം തനും ഭക്ത ശ്രദ്ധയാർച്ചിതുമിച്ഛതി തസ്യ തസ്യാചലം ശ്രദ്ധം താമേവ വിദദാമിഹം. ആ ശ്രദ്ധ, ഏത് കാര്യത്തിലാണോ നമുക്ക് ശ്രദ്ധയുള്ളത്, ഏത് കർമ്മത്തിലാണോ ശ്രദ്ധയുള്ളത്, ഏത് വ്രതങ്ങളാണ് ശ്രദ്ധയുള്ളത്, ഏത് യജ്ഞങ്ങളാണ് ശ്രദ്ധയുള്ളത്, ഏത് ദേവനാണ് ശ്രദ്ധയുള്ളത്, അതിനെ പോഷിപ്പിക്കുന്നത് ഞാൻ തന്നെയാണ്. സജയാ ശ്രദ്ധയായുക്ത തസ്യ ആരാധമീത ലഭതേതു മത്തേവ വിഹിതാനി താൻ. ലഭതേതു തഥാ.
22ാം ശ്ലോകം അല്ലേ? അതെ. അപ്പോ ശ്രദ്ധയാ ശ്രദ്ധയായുക്ത സത്യാശ്രദ്ധയുക്ത തസ്യ ആരാധന ഏതേ ലഭ്യതേച്ച ലഭതേ ച തഥാ കാമാൻ കാമ തഥാ കാമാൻ മയ്യേവ വിഹിതാൻ. അപ്പൊ ഈ പറഞ്ഞ ഫലപ്രാപ്തി അൾട്ടിമേറ്റ്ലി ഞാൻ തന്നെ കൊടുക്കണം. അതിന് ഫ്രൂഷൻ നോക്കണം, അതിന് ഫലപ്രാപ്തി. ഏത് വ്രതങ്ങൾ അല്ലെങ്കിൽ ഏത് യജ്ഞങ്ങൾ ചെയ്താലും അതിന് അവസാനത്തെ ആ ഫലപ്രാപ്തി കൊടുക്കുന്നത് ഭഗവാൻ എന്ന് വേദങ്ങൾ, സകല വേദങ്ങളും പറയുന്നു. വേദേഷു സർവേ അഹമേ വേദാന്തത്തിൽ. കാരണം വേദങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളിലും ഞാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ യജ്ഞങ്ങളുടെ ഫലോദ്ദിഷ്ടവും അല്ലെങ്കിൽ ഫലപ്രാപ്തിയും ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടേ. ബാക്കി ആരും ഉണ്ടാക്കിയിട്ട്? ബാക്കി എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാമല്ലോ. ശിവനറിയില്ലേ? ബ്രഹ്മാനറിയില്ലേ? അവർക്കറിയില്ലേ? ഇല്ല. എന്താണ്? വേദവിത് ഏവചാഹം. വേദങ്ങൾ അറിയുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനാണ് വേദവ്യാസന്റെ സ്വരൂപത്തിൽ വന്നിട്ട് ഞാനാണ് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഈ സംസാരിക്കുന്ന വേദങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന, വേദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള, വേദങ്ങൾ കൂടി അറിയപ്പെടേണ്ട ഞാൻ തന്നെയാണ്. സർവ്വവേദങ്ങളുടെയും സാരം ഞാൻ തന്നെയാണ്. ആൻഡ് വേറെ അല്ല, വേറെ ആൾക്കാരില്ല, ഞാൻ തന്നെയാണ് ഇതിൻ്റെ ആൾക്കാർ. അപ്പോൾ ആ വേദങ്ങൾ കൂടെ എന്നെ മനസ്സിലാക്കിയ ആൾ, വെറും വേദങ്ങൾ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. വേദങ്ങളുടെ സാരം ഞാനാണ് എല്ലാം ഘോഷിക്കുന്നത് എന്ന് മനസ്സിലാക്കി എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ. 9ാം ശ്ലോകത്തിൽ, 9ാം അധ്യായത്തില് 24 ശ്ലോകത്തിൽ അതിനെ വേണ്ടി പറയുന്നുണ്ട്. അഹം ഹി സർവയജ്ഞാനാം ഭോക്താ ച പ്രഭുരേവ ച നതു മാം അഭിജാനന്തി തത്വേന ചവന്തിതേ. ഞാനാണ് സകല യജ്ഞങ്ങളുടെ ഭോക്താവും നാഥനും ഞാൻ മാത്രമേ ഉള്ളൂ. ഈ യഥാർത്ഥമായിട്ട് എന്നെക്കുറിച്ചുള്ള ശരിയായ യഥാർത്ഥ ജ്ഞാനം മനസ്സിലാക്കാത്ത ആൾക്കാർ താഴോട്ട് തന്നെ പതിക്കും. അപ്പോൾ വേദങ്ങളെ കുറിച്ച് ശരിയായ ഭഗവാനാണ് എല്ലാത്തിൻ്റെയും എന്ന് മനസ്സിലാക്കിയ ആള് ലിബറേറ്റഡ് ആവും. അല്ലാത്ത ആൾക്കാർ ഇവിടെ വീഴും. ഇതാണ് വേദത്തിന്റെ വേദാന്ത സൂത്രത്തിന്റെ സാരം ഇതാണ്. അപ്പോൾ അർജുന സംശയമായി, ഇതങ്ങനെ ഒരാൾക്ക് മനസ്സിലാക്കാൻ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. അപ്പോൾ വേദാന്ത സൂത്രത്തിന്റെ പൊരുൾ അടുത്ത 3 ശ്ലോകങ്ങൾ കൂടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. 16, 17, 18 ശ്ലോകങ്ങളുടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. 16ാം ശ്ലോകത്തിൽ ഗുണം ദോ അവിമാ പുരുഷോ ലോകെ ക്ഷരാക്ഷരേവ ച ക്ഷര സർവാണി ഭൂതാനി കൂടസ്ത്വക്ഷരമുച്യതേ. പുരുഷന്മാർ 2 വിധം, തെറ്റുപറ്റുന്നവരും അല്ലാത്തവരും. ഭൗതിക ലോകത്തിലെ ജീവാത്മാക്കളെല്ലാം തെറ്റുപറ്റുന്നവയാകുന്നു. ആധ്യാത്മിക ലോകത്തിലെ ജീവാത്മാക്കൾക്ക് തെറ്റുപറ്റുകയില്ല. അപ്പോൾ ജീവാത്മാക്കള് ശിലപ്രകൃതി ജീവാത്മാവച്ചൻ ജീവഭൂത ക്ഷര എന്ന് പറയുന്നത്. ക്ഷരാച്ചൻ എന്താണ്? സായി അല്ലാത്തത്, എപ്പോഴും മാറ്റങ്ങൾ ഉണ്ടാകുന്ന, എപ്പോഴും എന്താ പറയുക, തകർച്ചകൾ നേരിക്കൊണ്ടിരിക്കുന്ന ആള്. ക്ഷർ എന്ന വാക്കിന് വീഴ്ച എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ വീണ ആൾക്കാര് ആരൊക്കെ വീണ ആൾക്കാർ? സർവാണി ഭൂതാനി, എല്ലാ ഭൂതങ്ങളും വീണ ആൾക്കാരാണ്. എന്ന് വെച്ചാൽ ഭൗതിക ലോകത്തിരിക്കുന്ന സകല ജീവാത്മാക്കളും വീണവരാണ്. ശ്രുതി പറ്റുന്ന അർത്ഥം, ചുതി പറ്റിയ ആൾക്കാരാണ്. ആ ചുതി പറ്റിയ ആൾക്കാർക്ക് എന്നിട്ട് അപ്പം എന്നിട്ട് അവര് 24 എലിമെന്റ്സ് ഉള്ള ഭൗതിക ശരീരം അവർക്ക് ഒരു ആവരണം. ഈ ഭൗതിക ശരീരം മാറിക്കൊണ്ടേയിരിക്കും. 6 മാറ്റങ്ങൾ നമുക്കറിയാം. ഈ 6 മാറ്റങ്ങളും മാറിക്കൊണ്ടേയിരിക്കും. അവസാനം ഇതിനെല്ലാം നമ്മളിത് അനുഭവിക്കുന്നുണ്ട്. ഈ പറഞ്ഞ മാറ്റങ്ങൾ മുഴുവൻ ജീവാത്മാവ് ഈ ശരീരത്തിൽ നിന്നുകൊണ്ട്
അനുഭവസ്ഥനാണത്. വളരുന്നു, കുറച്ചു കാലം നിലനിൽക്കുന്നു, പ്രത്യുപാൽ നിർത്തുന്നു, ക്ഷയിക്കുന്നു, ഇല്ലാതാകുന്നു. ജീവാത്മാവ് സ്ഥായിയാണെങ്കിൽ പോലും ഈ ജീവാത്മാവ് ശരീരത്തിൽ പെട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അനുഭവങ്ങൾ ജീവാത്മാവിന് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം പ്ലൂറലായിട്ട് വേണം. എല്ലാ ജീവാത്മാക്കളും അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഡിസ്ട്രക്ഷൻ അവസാനത്തെ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അക്ഷരമായിട്ടുള്ളതാണ്. കൂടസ്ഥ അക്ഷരം ഉച്ചതേ. കൂടസ്ഥ അക്ഷരം കൂടസ്ഥ എപ്പോൾ ഒരേ ഒരു ഫോമാണ്. യാതൊരു മാറ്റമില്ലാത്ത ഏകഭാവം, സ്വരൂപം അത് നിൽക്കുന്നതാണ് അക്ഷര എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അതിന് ഈ അക്ഷര ആത്മാവിന് ഭൗതികമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട്, ഇൻസെൻഷ്യൻറ്റ്, അത് ഇതില്ലാത്ത ചേതനയില്ലാത്ത പദാർത്ഥമാണല്ലോ. അതുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് അതിന് മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. അതിനൊരിക്കലും മാറ്റം അത് ഒരേ നിലയിൽ എപ്പോഴും നിൽക്കണം. കൂടസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഫോമില്ല. അതേ സമയത്ത് ക്ഷരം എന്നാണ്. ക്ഷരം ഈസ് കോൺജോയിൻഡ് മാറ്റർ. അതിനാണ് നമ്മൾ ജീവഭൂത എന്ന് പറയുന്നത്. പ്രകൃതിയുമായിട്ട് ഇണങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കുന്ന. അതുകൊണ്ട് ജീവാത്മാവ് ഒരിക്കലും പ്രകൃതിയാവില്ല, പ്രകൃതി ഒരിക്കലും ജീവാത്മാവില്ല. പക്ഷെ ഇത് ഫ്രം ടൈം ഇമ്മമോറിയൽ ഇത് ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ മാറ്റർ വെച്ചാൽ മോഡിഫയബിൾ ആണ്, അത് മാറിക്കൊണ്ടേയിരിക്കും. ഫ്രം ബ്രഹ്മ ടു ബ്ലേഡ് ഓഫ് ഗ്രാസ്. ഒരു ജന്മത്തിൽ നമ്മൾ ഒരു ബ്രഹ്മാവായിരിക്കാം, വേറൊരു ജന്മത്തിൽ നമ്മൾ ഒരിക്കൽ വേണമെങ്കിൽ പുൽക്കുടിയാകാം. അതാണ് ബ്രാഞ്ചസ് മുകളിലോട്ടും താഴോട്ടും 2-ാം ശ്ലോകത്തിലുമാണ്. ഇതിന് 2-ാം ശ്ലോകത്തില് ഭഗവാൻ പറയുന്നുണ്ട്, അധശ്ചോദം പ്രസിദാസ്തശാഖ അധശ്ച ഊർധം. താഴോട്ടും മുകളിലോട്ടും ഇത് പോയിക്കൊണ്ടിരിക്കുന്നു ശാഖകൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ ബ്രഹ്മാവായിട്ടിരിക്കാം, അല്ലെങ്കിൽ ഇന്ദ്രനായിട്ടിരിക്കും. ചിലപ്പോൾ താഴോട്ട് പോയിട്ട് പാമ്പാവാം, കീരിയാവാം, പൂച്ചയാകാം. വീണ്ടും അത് വീണ്ടും വേറെ ഇതിലേക്ക് പോവാം. അപ്പോൾ താഴോട്ടും മുകളിലോട്ടും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈസ് അണ്ടർഗോയിങ് സോ മെനി ചേഞ്ചസ്. ജന്മജന്മാന്തരങ്ങളുടെ പല പല രൂപങ്ങളും പല ഫോംസ് എടുത്തുകൊണ്ട് പലതരത്തിലുള്ള ഘട്ടങ്ങളും 6 തരത്തിലുള്ള മാറ്റങ്ങൾ ഒറ്റ ഫോമിലിരിക്കുമ്പോൾ ഒരു ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ 6 തരത്തിലുള്ള മാറ്റങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക, പല പല ശരീരങ്ങൾ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആലോചിച്ചു എത്രയോ ഫുട്ബോൾ ഇട്ട് തട്ടണ വരെയാണ് പോകണം. അദ്ദേഹം ഈ അവശഹ എന്ന് വാക്ക് ഉപയോഗിക്കുന്നുണ്ട് 8-ാമത്തെ. അവശഹ നമുക്ക് നിസ്സഹായനാണ്. നമ്മൾ ആ ജീവാത്മാവ് നിസ്സഹായനാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അതിൽ പെട്ടുപോയി. സർവഭൂതാനി ക്ഷരസർവഭൂതാനി, സകല ജീവാത്മാക്കളുടെ സ്ഥിതിയാണ്. എന്നല്ലാത്ത ആൾക്കാർ അക്ഷര ജീവാത്മാവ് അതെപ്പോഴും ഒരൊറ്റ ഫോമിലേക്ക്, അത് മാറ്റമില്ല. അതെന്താ വെച്ചാൽ അതെപ്പോഴും സ്വരൂപത്തില് ഭഗവാന്റെ ഭൃത്യനായിട്ട് ഭഗവാൻ അംശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ സേവിക്കുന്ന ആൾക്കാർ. നിർമ്മാണമോഹ ജിതസംഗദോഷ എന്ന് പറയുന്നു. സകല തരത്തിൽ യാതൊരു കൽമഷങ്ങളില്ലാതെ ഭൗതികമായിട്ട് കിഞ്ചിത അകിഞ്ചനമായിരിക്കുന്ന ഒരു ബന്ധമില്ലാണ്ട് നിൽക്കുന്ന ആൾക്കാര് അത് പൊതുവെ നമുക്ക് വൈകുണ്ഠത്തിൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടുന്ന് എന്താ പറയുക, സാധന ശക്തിയോടി ലിബറേഷൻ ആവും.
അപ്പോൾ ചില മായാവാദികൾ കൂടസ്ഥ അക്ഷര ഒറ്റ ഫോമാണ്, കണ്ടില്ലേ? ജീവാത്മാക്കളെ ഒരു മാസം ജീവാത്മാവിന് ഒറ്റ ഫോമായിട്ടു. അപ്പോൾ ഇതിനു മുമ്പും ഭൗതിക ഭൗതികത്തിലെത്തിയിട്ട് അത് ഭൗതികമായിട്ട് ബുദ്ധിമുട്ടിനേക്കാൻ പോവുക. അതിന് മുമ്പുള്ള അവസ്ഥയും ഏക ഫോമാണ്, ഒറ്റ ഫോമേ ഉള്ളൂ. മോക്ഷത്തിന് ശേഷം ഒറ്റ ഫോമേ ഉള്ളൂ എന്ന് വാദിക്കുക വരും. പക്ഷെ അതൊരു ക്ലാസ് ഓഫ് പീപ്പിൾ, ഒറ്റ ക്ലാസ് ഓഫ് ജീവാസ്, ഒരു തരം ക്ലാസ്. എന്ന് വെച്ചാൽ ഭൗതികമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർ എന്ന ഉദ്ദേശത്തിലാണ്. മാറ്ററുമായിട്ട് ഭൗതികമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർ എന്ന ഉദ്ദേശത്തിലാണ് ഒറ്റ സിംഗിളായിട്ട് കൊടുത്തിരിക്കുന്നത്. അല്ലാണ്ട് ഒറ്റ ജീവാത്മാവേ ഉള്ളൂ എന്ന ഉദ്ദേശത്തിലല്ല. കാരണം ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങളിൽ 4-ാമത്തെ 10-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഭാവാജ്ഞാനതപസ ഭൂതഹാമദ്ഭാവമാകത. അപ്പൊ ബഹവജ്ഞാനതപസ്താവസ, ധാരാളം ധാരാളം ജ്ഞാനികൾ. അപ്പോൾ ധാരാളം ആൾക്കാർക്ക് മോക്ഷം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ എല്ലാം പ്യൂറലായി ധാരാളം ആൾക്കാർക്ക് ലഭിച്ചിട്ടുണ്ട്. 14-ാം അധ്യായത്തിലെ 2-ാം ശ്ലോകത്തില് ഇത് പറയുന്നുണ്ട്. ഇതം ഞാൻ ഉപാസിത്യ മമ സാധർഗമാഗത സർഗേവി ഉപജായന്തേ പ്രളയെ ന വ്യഥന്തി. അപ്പോൾ അവിടെ പൂർണ്ണ ഉപജായന്തി ധാരാളം ആൾക്കാർ എൻ്റെ ആ രൂപം അല്ലെങ്കിൽ എൻ്റെ ഭാവം പ്രാപിച്ച ധാരാളം ഉണ്ട്. അപ്പോൾ അതെല്ലാം പൂർണ്ണമാണ്. അപ്പൊ ഇവിടെ കൂടസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതികമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കുറെ ആൾക്കാര്, അവരെ കൂടസ്ഥ എന്ന് പറയും. അല്ലാതെ അവരെല്ലാം ഒന്നാണ് അല്ലെങ്കിൽ ഒറ്റ ജീവാത്മാവേ ഉള്ളൂ എന്ന ആശയത്തിലല്ല, അതിലല്ല പറയുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഈ അക്ഷരജീവാത്മാക്കള് ഭഗവാനുമായിട്ടുള്ള ബന്ധം, നേരത്തെ ഭഗവാനുള്ള ബന്ധം മനസ്സിലാക്കിയിട്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ ശില ബോധമുണ്ട് തത്വ സമന്വയ ദേവതാന്ത സൂത്രം 1.1.4 എന്താണ് പരിപൂർണതയ്ക്കുള്ള പടവുകൾ 3 വൈദ്യസാഹിത്യം പഠിച്ച് പരമപുരുഷം താനുമായിട്ടുള്ള ബന്ധം എന്തെന്നറിയുക. അടുത്തതായി വിവിധ പ്രക്രിയകളുടെ, അതെന്ന് വെച്ചാൽ നമ്മുടെ സംബന്ധ ജ്ഞാനം എന്ന് പറയാം അല്ലെ. വൈദ്യസാഹിത്യം പഠിച്ച് പരമപുരുഷനും താനുമായിട്ടുള്ള ബന്ധം എന്തെന്നറിയുക, സംബന്ധ ജ്ഞാന. അടുത്തതായി വിവിധ പ്രക്രിയകളുടെ ഭഗവാനോട് അടുക്കുക, അതേതാ? അഭിധേയ. അവസാനം പരമപുരുഷനാകുന്ന ആത്യന്ത ലക്ഷ്യത്തെ പ്രാപിക്കുക, കൃഷ്ണപ്രേമം. അപ്പൊ 3 കാര്യങ്ങൾ: സംബന്ധജ്ഞാന, അവിധേയജ്ഞാന, പ്രയോജന. ഇത് മനസ്സിലാക്കിയ ആളാണ് അക്ഷരജ്ഞാനം എന്ന് വെച്ചാൽ ഭഗവാനെ മനസ്സിലാക്കി നടത്താം. കഴിഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് സാധൂകരിക്കാനത് കൃഷ്ണൻ ഇവിടെ. ആരാണ് ക്ഷര, ആരാണ് അക്ഷര? ക്ഷര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ മനസ്സിലാക്കാത്ത ആൾക്കാർ. വേദങ്ങൾ ഒരു പക്ഷേ അറിയായിരിക്കാം, ശ്ലോകങ്ങൾ അറിയായിരിക്കാം, ചടങ്ങുകൾ അറിയായിരിക്കാം, വ്രതങ്ങൾ അറിയായിരിക്കാം, ഇതെല്ലാം നടത്താനുള്ള എല്ലാ പ്രാപ്തി ഉണ്ടാവും. പക്ഷെ ഭഗവാനെ മനസ്സിലാക്കിയില്ലെങ്കിൽ വേദേഷു സർവേ വേദേഷു ദുർലഭ അദുർലഭ ആത്മഭക്തോ. വേദേഷു ദുർലഭ അദുർലഭ ആത്മഭക്തോ. വേദങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് മാത്രം ആൾക്ക് അക്ഷരനാകാൻ കഴിയില്ല. അക്ഷരനാകണമെങ്കിൽ ഭഗവാൻ ഇതിന്റെ എല്ലാം പിന്നിലിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയ ആൾക്കാർക്ക് മാത്രമേ അവരാണ് അക്ഷര. ബാക്കി ആൾക്കാർ എത്ര മഹാനായാലും ശരി, അവർ ക്ഷരമായിട്ട് തന്നെ ഭവിക്കും, ക്ഷരമായിട്ട് തന്നെ കൂടെ പോയിക്കൊണ്ടിരിക്കും. ധാരാളം ജന്മങ്ങൾ എടുക്കേണ്ടി വരും. ഒരു ജന്മത്തിന് തന്നെ ധാരാളം മാറ്റങ്ങളും അനുഭവിക്കേണ്ടി വരും. പക്ഷെ ഇത് മനസ്സിലാക്കിയതാണ് സംബന്ധജ്ഞാനം മനസ്സിലാക്കി ഭഗവാനുള്ള ആ ശരിയായിട്ടുള്ള മമേ വാംശ ജീവലോകെ, ഞാൻ ഭഗവാന്റെ അംശമാണ് എന്ന് മനസ്സിലാക്കിയ ആൾ. അത് മനസ്സിലാക്കിയ ആൾ വളരെ കുറച്ച് ആൾക്കാരാണ്. നമ്മുടെ പരമ്പര ആചാര്യന്മാരുടെയും ശ്രീലാ പ്രഭുപാദരുടെയും എന്താ പറയാ ഹേതുവായിട്ടുള്ള കൃപ കൊണ്ട് കുറെ ആൾക്കാർക്ക്, നമ്മളിപ്പോഴത്തെ കുറെ ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് തിയറിറ്റിക്കലായിട്ടും കുറെ മനസ്സിലാക്കിയിട്ടുണ്ട്.
അവിധേയ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവിടെയെല്ലാം നമുക്ക് ഗുണങ്ങൾ കയറി വരും. അപ്പോൾ അതവിടെ നിസ്സംഗത ആവശ്യമുണ്ട്. 14 അധ്യായത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനും നിസ്സംഗത ഉണ്ടാക്കി ഭഗവാൻ എടുക്കണേ, അതും നമുക്ക് ഭക്തി വേണ്ടി വരും. അപ്പോൾ ഇത് വളരെ ഡീപ്പായിട്ട് നമ്മൾ ഭഗവത്ഗീത അനാലിസ് ചെയ്യുമ്പോൾ ഭഗവത്ഗീതയിൽ നമുക്ക് താല്പര്യം കൂടിക്കഴിഞ്ഞാൽ ഇതിനപ്പം വേറെ ഒന്നുമില്ല, നമ്മുടെ ലൈഫ് ഇത് മാത്രമേ ഉള്ളൂ എന്ന അറിവിലേക്ക് എത്തും. ആരാണ് കൂടുതൽ എത്തുന്നത്, അയാൾക്ക് കൂടുതൽ സമ്പന്നജ്ഞാനം ഉണ്ടാവും, അയാൾക്ക് അഭിധേയം, അയാളുടെ കുറേ കൂടി പ്യൂരിഫൈഡ് ആയിരിക്കും. കാരണം രജോ ഗുണം തമോ ഗുണം പോയി കഴിഞ്ഞാൽ നിർമ്മലത്വ ശുദ്ധമായ സത്വത്തിലേക്ക് നമ്മൾ പോകണം. അപ്പൊ ഇതെല്ലാം നമുക്ക് 15-ാം അധ്യായത്തിലെ മുഴുവൻ മനസ്സിലാക്കി തരുന്നുണ്ട്. ഇനി അടുത്ത രണ്ട് ശ്ലോകങ്ങളിൽ വീണ്ടും വേദാന്തത്തിനെ കുറിച്ചുള്ള വേദാന്ത സൂത്രത്തെ കുറിച്ച് പറയും. നാളത്തെ ക്ലാസ് ഹരേ കൃഷ്ണ. Thank you, Prabhu. Vanchakalpadamudasya kripa sindhubhyo padinanam pavanebhyo vaishnavebhyo namo namah. Jai. Jai.